ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലൻജോ ജേഴ്സി. കൂട്ടുകാർക്ക് അലൻജോ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്ലസ് ടു ഹിസ്റ്ററി രണ്ടാം അധ്യായത്തിന്റെ ക്യാപ്സ്യൂൾ നോട്ടുമായാണ്. അതിൽ ഹാരപ്പൻ കാലഘട്ടത്തിനും BCE 6-ാം നൂറ്റാണ്ടിനും ഇടയിലെ പ്രധാന മാറ്റങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. പ്രമേയം 2: രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ. ഹാരപ്പൻ കാലഘട്ടത്തിനും BCE 6-ാം നൂറ്റാണ്ടിനും ഇടയിലെ പ്രധാന മാറ്റങ്ങൾ: പുതിയ കാർഷിക അധിവാസങ്ങൾ, വ്യത്യസ്തമായ മൃഗസംസ്കാര രീതികൾ, പുതിയ നഗരങ്ങളുടെ ഉദയം, പുതിയ രാജ്യങ്ങളുടെ രൂപീകരണം, ഋഗ്വേദം രചന, കൊത്തുലിഖിതങ്ങൾ. ശിലകളിലോ ലോഹങ്ങളിലോ പാത്രങ്ങളിലോ കുത്തിവെക്കപ്പെട്ട ലിഖിതങ്ങളാണ് ഇവ. കൊത്തുലിഖിതങ്ങളെ കുറിച്ചുള്ള പഠനശാഖ എപ്പിഗ്രഫി എന്നറിയപ്പെടുന്നു. പ്രിൻസെപ്പും PhD-യും. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജെയിംസ് പ്രിൻസെപ്പ് 1837-കളിൽ ബ്രഹ്മി, ഖരോഷ്ടി എന്നീ ലിപികൾ ആദ്യമായി വായിച്ചെടുത്തു. കൊത്തുലിഖിതങ്ങളിൽ കണ്ടെത്തിയ പ്രിയദർശി എന്ന പരാമർശം മൗര്യ ചക്രവർത്തിയായിരുന്ന അശോകനെ സൂചിപ്പിക്കുന്നതാണെന്ന് പ്രിൻസെപ്പ് കണ്ടെത്തി. ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ താരതമ്യ പഠനത്തിലൂടെയാണ് പ്രിൻസെപ്പ് ഇത് കണ്ടെത്തിയത്. ഈ കണ്ടെത്തൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്ര പഠനത്തിന് പുതിയ ദിശാബോധം പകർന്നു. ഇന്ത്യയിലെ രാജവംശങ്ങളെ കുറിച്ച് പഠനം നടത്താൻ പണ്ഡിതന്മാരെ സഹായിച്ചു. BCE 6-ാം നൂറ്റാണ്ടിന്റെ പരിണാമപരമായ സവിശേഷതകൾ: മഹാജനപദങ്ങളുടെ ഉദയം, നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും ഉദയം, ഇരുമ്പിന്റെ വ്യാപകമായ ഉപയോഗം, നാണയവ്യവസ്ഥയുടെ വികാസം, ബുദ്ധമതം, ജൈനമതം, വിവിധ ചിന്താ വ്യവസ്ഥകൾ എന്നിവയുടെ പ്രചാരം. മഹാജനപദങ്ങളും സവിശേഷതകളും: BCE 6-ാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ ഉയർന്നു വന്ന സ്വതന്ത്ര രാഷ്ട്രങ്ങളിൽ പ്രധാനപ്പെട്ട 16 രാജ്യങ്ങൾ മഹാജനപദങ്ങൾ എന്നറിയപ്പെട്ടു. മഹാജനപദങ്ങൾ: അംഗം, അശ്മകം, അവന്തി, മല്ലം, മഗധ, മത്സ്യം, കാശി, കുരു, കോസലം, കമ്പോജം, വജ്ജി, വത്സം, പാഞ്ചാലം, ഗാന്ധാരം, ചേതി, ശുരസേനം. മഹാജനപദങ്ങളിൽ രാജവാഴ്ച നിലനിന്നിരുന്നു. ചില മഹാജനപദങ്ങളിൽ സംഘഭരണം നിലനിന്നിരുന്നു. ഓരോ മഹാജനപദത്തിനും തലസ്ഥാന നഗരമുണ്ടായിരുന്നു. സ്ഥിരം സൈന്യവും ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടായിരുന്നു. ബ്രാഹ്മണ ഗ്രന്ഥമായ ധർമ്മസൂത്രങ്ങൾ പ്രകാരമുള്ള നികുതി, കപ്പം എന്നിവ പിരിച്ചിരുന്നു. തലസ്ഥാന നഗരം കോട്ടകളാൽ സുരക്ഷിതമായിരുന്നു. മഗധയുടെ ഉയർച്ചയെ സഹായിച്ച ഘടകങ്ങൾ: ഫലഭൂയിഷ്ഠമായ പ്രദേശം, ഇരുമ്പ് ഖനികളുടെ സാന്നിധ്യം, ആനകൾ സൈന്യത്തിന്റെ പ്രധാന ഘടകമായിരുന്നു. ഗംഗയുടെയും പോഷക നദികളുടെയും ഗതാഗത വിനിമയ സാധ്യതകൾ, തലസ്ഥാന നഗരങ്ങളുടെ തന്ത്രപ്രധാനമായ സ്ഥാനം, ഭരണാധികാരികളുടെ നയങ്ങൾ, ബിംബിസാരൻ, അജാതശത്രു, മഹാപത്നന്ദൻ. മൗര്യ സാമ്രാജ്യം: പുരാതന ഭാരതത്തിലെ ആദ്യത്തെ സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. ഡെക്കാൻ പ്രദേശങ്ങൾ മുതൽ അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും മൗര്യ സാമ്രാജ്യം വ്യാപിച്ചു. പുരാതന ഭാരതത്തിലെ ആദ്യത്തെ സാമ്രാജ്യമായിരുന്നു മൗര്യ സാമ്രാജ്യം. ചന്ദ്രഗുപ്ത മൗര്യൻ, ബിന്ദുസാരൻ, അശോകൻ എന്നിവരായിരുന്നു പ്രധാനപ്പെട്ട ഭരണാധികാരികളും. ചരിത്ര സ്രോതസ്സുകൾ: BCE 4-ാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്. പുരാവസ്തു ശാസ്ത്രപരമായ തെളിവുകൾ: ശില്പങ്ങൾ, നാണയങ്ങൾ, കൊത്തുലിഖിതങ്ങൾ, കെട്ടിടങ്ങൾ, സ്തംഭങ്ങൾ, അശോക ശാസനങ്ങൾ. ഇനി സാഹിത്യ തെളിവുകൾ പരിശോധിക്കാം. മെഗസ്തനീസിന്റെ ഇന്ത്യക്ക, കൗട്ടില്യന്റെ അർത്ഥശാസ്ത്രം, വിശാഖദത്തിന്റെ മുദ്രാരാക്ഷസം, ബുദ്ധ ജൈന പുരാണ സാഹിത്യങ്ങൾ. അശോകന്റെ ധർമ്മനയം. സവിശേഷതകൾ: അശോകന്റെ ധർമ്മം ഒരു ധാർമ്മിക ജീവിത ശൈലിയായിരുന്നു. അശോകധർമ്മം ഒരു മതസംഹിതയല്ലായിരുന്നു, സാമൂഹിക പെരുമാറ്റ ചട്ടമായിരുന്നു അത്. ലക്ഷ്യങ്ങൾ: സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മനോഭാവം ജനങ്ങളിൽ വളർത്തുക, മതപരവും സാമൂഹികവുമായ സംഘർഷങ്ങൾ ഒഴിവാക്കുക, ജനങ്ങൾക്കിടയിൽ ഐക്യവും സൗഹാർദ്ദവും സ്ഥാപിക്കുക, രാജ്യത്തിന്റെ അഖണ്ഡത നിലനിർത്തുക. അടിസ്ഥാന തത്വങ്ങൾ:
സഹിഷ്ണുത, അഹിംസ, പ്രജാക്ഷേമം. പ്രധാന അനുശാസനങ്ങൾ: അധ്യാപകരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുക, സന്യാസിമാരോടും ബ്രാഹ്മണരോടും ആദരവ് പുലർത്തുക, അടിമകളോടും സേവകരോടും ദരിദ്രരോടും ദയ കാണിക്കുക, സത്യസന്ധതയും ധാർമ്മികത്വയും വിശുദ്ധയും പുലർത്തുക, ജീവനുള്ള ഒന്നിനെയും കൊല്ലുകയോ വേദനിപ്പിക്കുകയോ ചെയ്യരുത്. അശോകധർമ്മം പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും. യാത്രാ സൗകര്യത്തിനായി പാതകൾ നിർമ്മിച്ചു, തണൽ മരങ്ങൾ വളർത്തി, കിണറുകളും തണ്ണീർപ്പന്തലുകളും സ്ഥാപിച്ചു, വിശ്രമ കേന്ദ്രങ്ങളും ആശുപത്രികളും സ്ഥാപിച്ചു. ലിഖിതങ്ങളിലൂടെയും ശാസ്ത്രങ്ങളിലൂടെയും ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ധർമ്മ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ധർമ്മമഹാമാത്രമാരെ നിയോഗിച്ചു. താങ്ക് യു.